ഹിക്മത്തിന്റെ ഉറവിടം അത് ഇഖ്ലാസിൽ നിന്നുണ്ടായിത്തീരണം. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈമാനിൽ നിന്നാവണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ, ഏത് പ്രവർത്തനങ്ങളെയും ഇൽമുമായി ബന്ധപ്പെട്ട ഏത് പ്രവൃത്തികൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഈമാനിൽ നിന്നിട്ടാവണം അതിനെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ എല്ലാ നിലക്കുള്ളതായ പ്രചോദനവും നൽകപ്പെട്ടത് ഈമാനിൽ നിന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്ന് വെക്കുക, എന്നാൽ ഭൗതികമാവുന്നതായ താല്പര്യങ്ങളായിരിക്കും അതിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. നേരെ മറിച്ച് അതല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയാണ് ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പോൾ ഉദ്ദേശം അങ്ങനെ ആവണം. മഹാനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൂപ്പർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ മൂപ്പര് കരഞ്ഞു. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, എന്തിനിപ്പോൾ നിങ്ങൾ കരഞ്ഞു? മൂപ്പർ പറഞ്ഞു, ഹാജർനാ മഅ നബി മഅ റസൂലില്ല അല്ലെങ്കിൽ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ മക്കത്ത് മദീനത്തേക്ക് ഹിജ്റ പോയി. വലം നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്. ആ ഹിജ്റ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് വേണ്ടത്. ഹിജ്റ എന്നല്ല, ദീനിനോട് ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും വലം നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹനല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. അതാണ് വലൻ നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹനല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിച്ചു. അങ്ങനെ ഹിജ്റ പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് വികസിച്ചു. അങ്ങനെ വളർന്ന് വികസിപ്പിച്ചപ്പോൾ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് എത്തി. പല ഭാഗത്തിൽ നിന്ന് ഹദിയകളും അതുപോലെ തന്നെ സക്കാത്തിൻ്റെ പല മാലുകളും തുടങ്ങിയ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാതെ, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്കൊക്കെ അതിനെ വിതരണം ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം അത് വളർന്ന് വികസിച്ച് സാമ്പത്തികമായിട്ടും ഒരു ഉയർച്ചയിലേക്ക്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ ഈ ഒരു ഇതിനു വേണ്ടിയല്ല അവർ ഹിജ്റ പോകുന്നത്, നമ്മളും ഇതിനു വേണ്ടിയല്ല ഹിജ്റ പോകുന്നത്. വലൻ നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹാണ് മാത്രം. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ മരിച്ചു പോയപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മളെ കൂട്ടത്തിൽ ചിലർ മരിച്ചു പോയപ്പോൾ അവർക്ക് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ചെറിയ മുണ്ട് മാത്രം. അതുകൊണ്ട് അവരെ കാല് മുതൽ മറക്കാൻ തുടങ്ങിയാൽ തല പുറത്തോ, തല മുതൽ മറച്ചാലോ കാല് പുറത്തോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ തല മുതൽ മറച്ചോളി, കാലിൻ്റെ അവിടെ പുല്ല് വെച്ച് കെട്ടി കളിയുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കഫൻ ചെയ്യാനുള്ളതായ ഒരു മുണ്ട് പോലും ഇല്ലാതെ, പൂർണ്ണമായി കഫൻ ചെയ്യാൻ പറ്റുന്നതായ ഒരു മുണ്ട് പോലും ഇല്ലാത്ത നിൽക്കാണ് അവരൊക്കെ ഭരിച്ചു പോയത്. ഇന്ന് നമുക്ക് എല്ലാ നിലക്കുള്ളതായ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കപ്പെട്ടു. അപ്പം നമ്മൾ സംശയിക്കുന്നത് എന്താ? അവ കതുജിലത്തിലനാഹസനാത്തുന, നമുക്കുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ തന്നെ നൽകപ്പെട്ടോ എന്നുള്ളതാണ്. ഇനി ആഖിറത്ത് ചെല്ലുമ്പോൾ ഒന്നും കിട്ടൂല എന്നുള്ളൊരു പേടിയാണുള്ളത്. ഇതുകൊണ്ടാണ് കരഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം എന്നതുപോലെ ഭൗതികമാവുന്നതായ സുഖസൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട്. പഴയ കാലത്തുള്ള വിലമാ ഇവിടെ ദഅവത്തിന് പോയ പോലെയല്ല. കാരണം ആ നിലക്ക് ഭൗതികമാവുന്നതായ സുഖസൗകര്യങ്ങളൊക്കെ ഒന്ന് കൂടി കാലത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഅതി അലൈക യൗമുൻ, ഒരു ദിവസം വരൂല ഇല്ലാ ഹുവ അശറു മിമ്മാ ഖബലഹു, ആ ദിവസം അതിന് മുമ്പുള്ള ഇതിനേക്കാൾ മോശമായി. അങ്ങനെയാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന, 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 4 നൂറ്റാണ്ട്. ആ 4 നൂറ്റാണ്ട് ഖൈറായ നൂറ്റാണ്ടായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. എന്താ കാരണം? ആ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലുണ്ടായിരുന്നതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരുടെ അഫ്ആലുകൾ, അവർക്കുള്ളതായ അഖ്വാലുകൾ, അവരെ ഹർക്കാത്ത് സക്കറാത്തുകൾ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഖൈറുൽ ഖുറൂനി സുമ്മല്ലദീന യലൂനഹും. അപ്പം ആ ഒരു ഖൈർ ഓരോ കാലം കഴിയുന്ന കാലത്തോളം അത് നശിച്ചുകൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ലാ യഅതി അലൈക്കും യൗമുൻ ഇല്ലാ ഹുവ അശറു മിമ്മാ ബഅദഹു, ഏതൊരു ദിവസം വന്നാലും അത് അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ മോശമായതായിരിക്കും. അപ്പം അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ പേടിച്ചു പോവാം. അത് ജീവിതത്തിലെ നമ്മൾ മുൻഗാമികൾ അത് നടന്നു പോകാനേ സൗകര്യമുള്ളൂ. ഇത് അവർ നടന്നു പോയി പ്രഭാതം നടത്തി